ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് ഗ്ലാസ് ആണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ഈസ് ഓൾസോ നോൺ ആസ് ഹാർഡ് ഗ്ലാസ്. പൈറക്സ് ഗ്ലാസ് എന്നും ബോറോസിലിക്കേറ്റ് ഗ്ലാസ് അറിയപ്പെടുന്നുണ്ട്. ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നു, പൈറക്സ് ഗ്ലാസ് എന്നറിയപ്പെടുന്നു. ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബോറോൺ ട്രയോക്സൈഡ് ആണ്, B2O3. ബോറോസിലിക്കേറ്റ് ഗ്ലാസിൻ്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹൈ കെമിക്കൽ റെസിസ്റ്റൻസ് ആൻഡ് ലോ തെർമൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ. ബോറോൺ ട്രയോക്സൈഡ് ആണ് ഈ രണ്ട് ഫീച്ചേഴ്സിനും കാരണം. ലോ തെർമൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് ഹൈ കെമിക്കൽ റെസിസ്റ്റൻസ്. സോ ബോറോസിലിക്കേറ്റ് ആയിട്ടുള്ള ഗ്ലാസ് എന്ന് പറയുന്ന ഹാർഡ് ഗ്ലാസ് കിച്ചൺ വെയർ, ലബോറട്ടറി അപ്പാരറ്റസ് ആൻഡ് കെമിക്കൽ പ്ലാന്റ് ഈ 3 സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത് ഹാർഡ് ഗ്ലാസ് ആണ്, പൈറക്സ് ഗ്ലാസ് എന്നും അറിയപ്പെടുന്നു. ബോറോൺ ട്രയോക്സൈഡ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആ ബോറോൺ ട്രയോക്സൈഡ് ആണ് ലോ തെർമൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷനും ഹൈ കെമിക്കൽ റെസിസ്റ്റൻസിനും കാരണമാകുന്നത്. പിന്നെ അതിൻ്റെ യൂസസും. ദെൻ കളേർഡ് ഗ്ലാസ്. കളേർഡ് ഗ്ലാസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന് കാരണമാകുന്നത് മെറ്റൽ ഓക്സൈഡ്സ് ആണ്. മെറ്റൽ ഓക്സൈഡ്സ് ആർ ആഡഡ് ഫോർ കളറിങ്. അതിലേതൊക്കെ മെറ്റൽ ഓക്സൈഡ് ഏതൊക്കെ കളറാണ് തരുന്നതെന്ന് നോക്കാം. അയേൺ ഓക്സൈഡ് ഗ്രീൻ കളർ ഇമ്പാർട്ട് ചെയ്യുന്നത് അയേൺ ഓക്സൈഡ് ആണ്. സൾഫറും കൊബാൾട്ടും ബ്ലൂ കളറാണ് നൽകുന്നത്. മാംഗനീസ് ഡയോക്സൈഡ് ബ്ലാക്ക് ആൻഡ് വയലറ്റ് കളർ നൽകുന്നു ഗ്ലാസിന്. ദെൻ ക്രോമിയം ഡാർക്ക് ഗ്രീൻ, ടൈറ്റാനിയം യെല്ലോയിഷ് ബ്രൗൺ, യുറേനിയം യെല്ലോ കളർ. ഇതാണ് ഇമ്പോർട്ടൻറ്റ് കളറിംഗ് അയേൺസ് ആൻഡ് ഇറ്റ്സ് കളർ. അയേൺ ഓക്സൈഡ് ഗ്രീൻ കളർ, സൾഫർ ആൻഡ് കൊബാൾട്ട് ബ്ലൂ കളർ, മാംഗനീസ് ഡയോക്സൈഡ് ബ്ലാക്ക് ആൻഡ് വയലറ്റ്, ക്രോമിയം ഡാർക്ക് ഗ്രീൻ, ടൈറ്റാനിയം യെല്ലോയിഷ് ബ്രൗൺ ആൻഡ് യുറേനിയം യെല്ലോ കളർ.